വീണ്ടും സന്ദീപ് വാര്യർ ഒരു കുറിപ്പുമായി ഇറങ്ങി. അതായത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം മാറ്റണം, വീടുകളിൽ സ്റ്റാർ തൂക്കണ്ട, പകരം മകരനക്ഷത്രം, അയ്യപ്പനെ ആലേഖനം ചെയ്ത ആ മകരനക്ഷത്രം തൂക്കണം. സന്ദീപിന് ഇത് എന്തു പറ്റി? അതങ്ങനെയല്ല രാജേട്ടാ. അതായത് ഒരു കമ്പനി പ്യുർ പൂജ പ്രോഡക്ട്സ്, എൻ്റെ ഫ്രണ്ടിലൊരു പേരുണ്ട്, ഒരു ദീർഘകാലമായിട്ട് ഈ രംഗത്തുള്ളവരാണ്. അവർ ദീർഘകാലമായിട്ട് ഈ എല്ലാ മണ്ഡലകാല സമയത്തും അവർ ഈ മകരനക്ഷത്രം, അതായത് അയ്യപ്പൻ്റെ ചിത്രം പതിച്ച മകരനക്ഷത്രം അവർ ഇറക്കാറുണ്ട്. പിന്നെ അവരതിൻ്റെ എങ്ങനെ അത് നിർമ്മിക്കാം, നിങ്ങൾക്കതെങ്ങനെ നിർമ്മിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോസൊക്കെ ഇറക്കാറുണ്ട്. അപ്പോൾ അവരുടെ പേരിൽ വന്ന ഒരു പരസ്യം, ഈ ക്രിസ്മസ് നാളിൽ ഈ മണ്ഡലകാലത്ത് നിങ്ങൾ അയ്യപ്പൻ്റെ ചിത്രം പതിച്ച ഇത് നക്ഷത്രം, മകരനക്ഷത്രത്തിന് സമാനമായ നക്ഷത്രം നിങ്ങൾ വീട്ടിൽ തൂക്കണം, ക്രിസ്മസ് സ്റ്റാർ വേണ്ട എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് ഇത് കൊണ്ടുവന്ന് BJP-യുടെ കാലിൽ കെട്ടിയിരിക്കുകയാണ്. BJP പറഞ്ഞു എന്നും പറഞ്ഞാണ് ഇദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. BJP-യും ആ കമ്പനിയുമായിട്ട് യാതൊരു വിധമായ ബന്ധവുമില്ല. RSSുമായിട്ടും അവർക്ക് യാതൊരു ബന്ധവുമില്ല. എന്തിനാ ഹിന്ദു ഐക്യവേദി, സംഘപരിവാറിൻ്റെ സംഘടനകൾ, ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അവർ ദീർഘകാലമായിട്ട് ഇത് ചെയ്യുന്നതാണ്. ദീർഘകാലമായിട്ട് ആ പ്യുർ പൂജ പ്രോഡക്റ്റ് അവർ പ്രോഡക്റ്റ് അവർ ഇറക്കുന്നു. അതിലവർ കൊടുത്തിരിക്കുന്ന വാക്കാണ്. അവർ കൊടുക്കുന്ന വാക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അവരോടല്ലേ പോയി ചോദിക്കട്ടെ. നിങ്ങളീ കാണിക്കുന്ന പരിപാടി നിങ്ങളുടെ വിൽപ്പന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഇറക്കിയെന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങൾ ഈ പരസ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാചകം ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ ആ കമ്പനിയായിട്ട് സംസാരിക്കണം. കമ്പനി പൂട്ടിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്മസ് നാളിൽ കേക്കുമായി ക്രൈസ്തവരെ കാണാൻ പോവുകയും എന്നാൽ തിരിച്ച് ഇത്തരം പരിപാടികൾ BJP-ക്കാർ കാണിക്കുന്നത് ശരിയാണോ എന്നാണ് സന്ദീപ് വാര്യർ ചോദിച്ചിരിക്കുന്നത്. അതിന് BJP ആണോ ഇതെല്ലാം ചെയ്ത്? ഇദ്ദേഹം സമ്മർദ്ദിക്കുകയാണ്. ഇദ്ദേഹം എല്ലാം കൊണ്ടുവന്ന് BJP-യുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു, RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. നിങ്ങൾ പറഞ്ഞതിൻ്റെ പകുതി പോലും ഇല്ല അതിനകത്ത്. ഒരു കാലഘട്ടത്തിൽ 10-20 വർഷം നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന പോസ്റ്റുകളുടെ 1/4 പോലും ഇല്ലാത്തൊരു സാധനമാണത്. ആദ്യം നിങ്ങളെയാണെങ്കിൽ പൂട്ടിക്കേണ്ടത്. കഴിഞ്ഞ വർഷം ചാനൽ ചർച്ചകളിൽ അദ്ദേഹം അടർത്തിവിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരള സമൂഹത്തിലേക്ക് അടർത്തിവിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്ന സന്ദീപ് വീടുകളിൽ ഇദ്ദേഹം ആ ചർച്ചകൾ വന്നിരുന്ന പറഞ്ഞതാണ്. മകരവിളക്ക്, അതായത് ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഓപ്പണായിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ തൂക്കണം വീടുകൾ, മകരനക്ഷത്രമാണ് തൂക്കേണ്ടത് ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് വീഡിയോകളുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടെന്നേ. ഈ സന്ദീപ് വാര്യരുടെ, ഞാൻ ഒരിക്കൽ പറഞ്ഞില്ല, ഈ സന്ദീപ് വാര്യരുടെ ഏതെങ്കിലും ഇപ്പോഴത്തെ ഈ പറയുന്ന BJP നേതാക്കളെ എല്ലാം തെറി പറയുന്ന, ആൾക്കാരെ മുഴുവൻ ആക്ഷേപിക്കുന്ന ഇത്തരം വീഡിയോസ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് എടുത്തത് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പഴയ പ്രസംഗങ്ങളൊക്കെയാണ്. ഞാനതല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് വളരെ വ്യക്തമാണ്. നിങ്ങൾ പറഞ്ഞതിൻ്റെ 1/4 പോലും ഈ പ്യുർ പൂജ പ്രോഡക്ട്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പരസ്യത്തിൽ ഞാൻ കാണുന്നില്ല. നിങ്ങൾ പണ്ട് പറഞ്ഞതൊക്കെ സ്ക്രീൻഷോട്ടുകളായിട്ട് ഇഷ്ടംപോലെ പ്രവഹിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചർച്ച നടത്തിയ ശേഷം എനിക്ക് ഞാനൊരു 10-300 സ്ക്രീൻഷോട്ട് വന്നു. ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ദൈവമേ, ഇതെന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഞാൻ ഇദ്ദേഹത്തെ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ഫോളോ ചെയ്യാനോ അങ്ങനെ ഫേസ്ബുക്കിൽ പോയി നോക്കാനോ ഒന്നും പോയിട്ടില്ല. ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. നമുക്ക് ചിലർ എന്താണെന്ന് സംശയമുള്ളവരെ പിന്നെ നമ്മൾ അധികം അടുപ്പിക്കാൻ അവരെ നമ്മൾ ഫോളോ ചെയ്ത് പോകാറില്ല. ഞാനതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്നും ഫോളോ ചെയ്തില്ല. ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം കൂടെ വാരി ഇഷ്ടംപോലെ നമ്മുടെ പ്രേക്ഷകരെ ഇഷ്ടംപോലെ വാരി ഇട്ട് തന്നു. ഞാനിത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, ഇദ്ദേഹം ഇത് ഒരുമാതിരി ഒരു സമയത്ത് ഉത്തരേന്ത്യയിലെ ചില വളരെ തീവ്രമായി സംസാരിച്ചിരുന്ന ചില ആളുകൾ പണ്ടുണ്ടായിരുന്നു. അവരുടെ ഒന്നും പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അവരൊക്കെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറിപ്പോവുകയും ചിലവരൊക്കെ രാഷ്ട്രീയ വനവാസത്തിലുമാണ്. അവരുടെക്കായും വലിയ തീവ്രതയിലാണ് ഇദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നത്. അതെ, ഈ ക്രിസ്ത്യൻ സമൂഹത്തെ ഇത്തരത്തിൽ ചില വാക്കുകൾ കൊണ്ട് അവരുടെ വോട്ടിംഗ് ശതമാനം കോൺഗ്രസിന് കൂട്ടാനാകുമെന്നുള്ള ധാരണയിലാണോ ആയിരിക്കും സന്ദീപിൻ്റെ ഈ കുനഷ്ട ബുദ്ധി? ഇതൊരു കുനഷ്ട ബുദ്ധിയാണെന്ന്. RSSുമായിട്ടോ BJP-യുമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ല.
സംഘപരിവാറിൻ്റെ സംഘടനകളിൽ ആരുമല്ല അതിനെ നയിക്കുന്നത്. ചേട്ടാ, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടംപോലെ സാമഗ്രികൾ വിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ എന്താ RSSും BJP ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരിൽ ചിലരൊക്കെ, നല്ലൊരു ശതമാനം ആളുകളൊക്കെ മുസ്ലിംസാണ്. തീർച്ചയായും നേരത്തെ ഒരു കാലഘട്ടത്തിൽ ശബരിമലയിലെ കച്ചവടം മുഴുവൻ നടത്തിയിരുന്നത് അവരാണ്. അവരെന്താ RSS ആണ്? ഇപ്പോഴും കച്ചവടം മൊത്തം ഏകദേശം ഉള്ളവരെല്ലാം മുസ്ലിംസാണ്. അല്ല, ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. ദേവസ്വം ബോർഡ് കുറച്ച് ഇതൊക്കെ നിബന്ധനയൊക്കെ വെച്ചത് പിന്നെ അതിൽ കുറച്ച് മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലെ ഹോട്ടലുകൾ, എത്ര ഹോട്ടലുകൾ, എല്ലാത്തിനും പേരിട്ടിരിക്കുന്നതും ഓരോ വേറെ വേറെ പേരുകളാണ്. അതൊക്കെ നടത്തുന്ന മറ്റ് മതവിഭാഗങ്ങളാണ്. ഇതൊക്കെ എന്താ RSS ചെയ്യുന്നതാണോ? RSSോ BJPയോ ചെയ്യുന്നതാണോ? ഇനിയിപ്പോൾ ഇദ്ദേഹം വേണമെങ്കിൽ അതും പോയി പറയും. അവിടെ കടയിൽ എന്താ ബീഫ് തരത്തില്ല, അങ്ങോട്ട് പോകുന്ന കടകളിൽ അവർ ബീഫ് തരാത്തത് നമ്മുടെ കാര്യമല്ലല്ലോ. അവർ ചിക്കൻ തരാറില്ല, ബീഫ് തരാറില്ല, മീൻകറി തരാറില്ല. അവിടെ പ്യൂർ വെജാണ് അങ്ങോട്ട് പോകുന്ന പല കടകളിലും. അങ്ങനെയുള്ള കടകളിലെ ഈ സ്വാമിമാർ കയറത്തുള്ളൂ. തീർച്ചയായും പല കടകളിലെയും ബോർഡിൻ്റെ താഴെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു അയ്യപ്പൻ്റെ ചിത്രവും ഉണ്ടാവും. താഴെ സ്വാമി ശരണം ശരണം പമ്പ എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്. എല്ലാ കടകളിലെയും ബോർഡ്. ഈ കടകളിലൊക്കെ ഓണേഴ്സ് ആരാണെന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തത വരും. തീർച്ചയായും ഒരുപാട് ബിസിനസ്. അതൊന്നും ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഏത് ഭാഗത്ത് നിന്നാലും, നിങ്ങൾ ഇവിടെ നിന്നാലും കുളം കലക്കും, അവിടെ നിന്നാലും കുളം കലക്കും. കുളം കലക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ജന്മനാ ഉള്ള പ്രോസസ്സാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ പോസ്റ്റ് കണ്ടപ്പോൾ അതെ, കുളം കലക്കി കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള പരിപാടി. ഇതിപ്പോൾ ഈ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ മുഴുവൻ ഈ പറയുന്ന ഹിന്ദു ജനവിഭാഗത്തോട് ഏറ്റുമുട്ടിക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പം നടത്തിയത്. അതെ, ഇത് സാധാരണ ഇപ്പോൾ സോഷ്യൽ മീഡിയ ക്രിസംഗി എന്നൊക്കെ പറഞ്ഞിട്ട് ചില പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ സംഘത്തിൻ്റെ ആൾക്കാരാകുക അല്ലെങ്കിൽ സംഘികളാക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. കാര്യം ഇപ്പോൾ ലവ് ജിഹാദിനെ പോലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ക്രിസ്ത്യൻസിനാണ്. അപ്പോൾ അവർ നേരത്തെ RSS പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന ധാരണയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ RSSമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്നു. BJP പല നേതാക്കളുമായിട്ടും പല വികാരികമാരും അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ഇലക്ഷനുകളൊക്കെ ഇതൊക്കെ ബാധിക്കും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് നല്ലൊരു ശതമാനം വോട്ട് അവരുടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഇനിയിപ്പോൾ എന്താ, അടുത്ത MLA ആവണം, നിയമസഭയിൽ വന്നിരിക്കണം. ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ MLA ആയിട്ടില്ല, ഒരു കുന്തം ആവാൻ പറ്റില്ല. ഈ ചെമ്മീൻ ചാടിയാൽ നിയമസഭയിൽ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോയി നിയമസഭ വേണം എന്ന് കണ്ടിട്ട് പോവാം. ആർക്ക് എന്ന് ടിക്കറ്റ് എടുത്താലും ID കാർഡ് ഉണ്ടെങ്കിൽ നിയമസഭയിൽ കയറി നിയമസഭാ സമ്മേളനമൊക്കെ കാണാൻ പറ്റും. അവിടെ ഗ്യാലറി പോയി ഇരുന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം ആ മണ്ഡലമല്ലേ, MLA സീറ്റിന് വേണ്ടി നിൽക്കാൻ ഇദ്ദേഹം ചോദിച്ച മണ്ഡലം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമാണ്. അല്ല, വോട്ടുണ്ട് അവർക്കൂടെ. വോട്ടുണ്ട്. ന്യൂനപക്ഷത്തിനും ഉണ്ട്, ക്രിസ്ത്യൻസ്. ന്യൂനപക്ഷം എന്ന് പറയുമ്പം മുസ്ലിം ജനവിഭാഗത്തിനും ഉണ്ട്, ക്രിസ്ത്യൻ ജനവിഭാഗത്തിനും അവിടെ വോട്ടുണ്ട്. അത് ഇത്തരം പ്രസ്താവനകളൊക്കെ ഇദ്ദേഹം ഒരു മതത്തിന് അതീതമായ മതേതര മുഖം എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിനുള്ളിലെ വിഷം മനസ്സിലായില്ലേ? തീർച്ചയായും ഇതിൽ ഉള്ളിലെ വിഷം മനസ്സിലായില്ലേ? നിങ്ങൾക്കത് ഈ പരാതി ഉണ്ടെങ്കിൽ നിങ്ങളവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കണമെന്ന്. ആ കമ്പനി പൂട്ടിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. ആ കമ്പനി പൂട്ടിക്കണം. അങ്ങനെ പൂട്ടിക്കണമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടായിരുന്നു ആദ്യം ഇവിടെ പൂട്ടിക്കേണ്ടത്. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇത് പൂട്ടിക്കേണ്ട സമയം എന്താ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാർ പോലും ഉപയോഗിക്കാത്ത വാക്കുകൾ മറ്റ് ജനവിഭാഗങ്ങൾക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് താങ്കൾ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കളെയാണ് ഇവിടെ ഏറ്റവും അധികം വർഗീയവാദികൾ തീവ്രത എന്ന് പറഞ്ഞ് തീവ്രതയുള്ളവരെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഞാനൊന്നും അവരൊന്നും അങ്ങനെയൊന്നും സംസാരിക്കുന്നത് കേട്ടിട്ടുമില്ല. അവരുടേതായിട്ടുള്ള ലൈനിൽ നിന്ന് ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഉന്നമനം എന്നുള്ള രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരായാലും ഈ സംഘപരിവാറിൻ്റെ സംഘടനകളുമൊക്കെ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല. ഹിന്ദു സമൂഹം അപകടത്തിൽപ്പെടുമ്പോൾ അവരിടപെടുന്നു. പകലഹാദിയ കേസൊക്കെ വന്നപ്പോൾ അവർ ഇടപെട്ടു. അങ്ങനെ പല പല കേസുകളിൽ അവരിടപെട്ടു. ഇവിടെ ഹിന്ദു സമൂഹം അപകടത്തിൽ വരുമ്പോൾ അവരിടപെടുന്നു. മറ്റ് ജനവിഭാഗങ്ങളിലും ഉണ്ടല്ലോ. ഇപ്പോൾ കാസ ക്രിസ്ത്യൻ ജനവിഭാഗത്തിനെ ഒരുമിച്ച് നിർത്താനും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കുട്ടികളെ സംരക്ഷിക്കാനും വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ സംഘടനയാണ് ഈ കാസ. ലവ് ജിഹാദിനെതിരായി ലവ് ജിഹാദാണ് അവരുടെ ഏറ്റവും വലിയ ശല്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലവ് ജിഹാദും അത്തരം കാര്യങ്ങളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികള് അതുകൊണ്ട് അവർ ഇരിക്കുന്നത്.
ഇതൊക്കെയാണ് ഈ ഏത് കണ്ടത്തിൽ നിന്നാലും പുറകിൽ നിന്ന് കൊക്കിനെ കല്ലുവാരി എറിയുന്ന പരിപാടി. അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കണ്ടത്തിൽ നിന്നാലും വെള്ള നിറം കാണുമ്പോൾ അതിനെ കല്ലുവാരി എറിയാനുള്ള ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ്, അതാണ് ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്മസ് രാവിൽ വരാൻ പോകുന്ന ക്രിസ്മസ് രാവിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇടനേടിയാൽ അദ്ദേഹത്തിന് കൂടുതൽ ജനകീയനാവും എന്നുള്ള ധാരണയായിരിക്കാം. അതെ, ജനകീയല്ല, മതേതരനാവാൻ ശ്രമിക്കുക. ജനകീയനും മതേതരനും. പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ പ്രതീക്ഷയാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് നാൾ മുമ്പുള്ള ആ കോട്ടയ്ക്കലിൽ വന്ന് രാഹുൽ ഗാന്ധി നടന്നപ്പോൾ കോട്ടയ്ക്കല്ലല്ലോ ഉളംപാറയിലൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു. അതെ, ഈ കുടുംബത്തിന്റെ രാഷ്ട്രീയമൊക്കെ കളയണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരുപാട് ചർച്ചകൾ വന്ന് സംസാരിച്ചു. ഈ കുടുംബ രാഷ്ട്രീയം, ഇത് കുടുംബ രാഷ്ട്രീയം മാറണം. അത് എവിടെ നിന്നാലും എന്താ പറയുക, തനിക്ക് നേട്ടമുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇങ്ങനെ തനിക്ക് എവിടെ നിന്നാലും നേട്ടമുണ്ടാകണം അങ്ങനെ ചിന്തിക്കുന്നവർ ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ അതിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകും. ഇതിപ്പോൾ ഇദ്ദേഹം ഇതിൽ തന്നെ പൂർണ്ണമായിട്ട് നിൽക്കണമെന്നില്ല. എത്ര കാലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചാടുക എന്നുള്ളതായിരിക്കും. ചേക്കേറുക, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ തെറ്റുകൾ തിരുത്തി ഞാൻ എൻ്റെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരുന്നു എന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ BJP ഓഫീസിൻ്റെ ഫ്രണ്ടിലും പോയി നിൽക്കാൻ സാധ്യതയുണ്ട്. ആ DGP ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ BJPയുടെ കാര്യാലയം ഉണ്ട്. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ കാര്യം പറഞ്ഞ് അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിച്ച് വീണ്ടും കയറാനുള്ള ശ്രമവും വേണമെങ്കിൽ നടത്താം. തീർച്ചയായും ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. അത്തരക്കാരെ വിശ്വസിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇദ്ദേഹം ചാടുന്നു, സുരേന്ദ്രനുമായി പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാ മാധ്യമങ്ങളോട് ഇദ്ദേഹത്തെ വാഴ്ത്തിപ്പാടി. BJPയിൽ ഒറ്റപ്പെട്ടു പോകുന്ന യുവ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് വാഴ്ത്തിപ്പാടി. ആളുകൾ അപ്പോൾ ഒരുപാട് പേർക്ക് സിമ്പതി തോന്നുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞോട്ട് കാട്ടിക്കൂട്ടിയ പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ചരട് കൈ കെട്ടും, ഇടയ്ക്കിടയ്ക്ക് ചരട് ഊരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് പാണക്കാട് പോയപ്പോൾ ചരട് ഒന്നുമില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചരട് കൈ കയറുകയും ചെയ്യുന്നുണ്ട്. ചരടുണ്ട് കയ്യിൽ, ഇടയ്ക്കിടയ്ക്ക് കയറും, ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോകും. അതാണ് പുള്ളിയുടെ. ഏതായാലും ക്രിസ്മസ് ദിനത്തിൽ സ്റ്റാർ കെട്ടുന്നവർ സ്റ്റാർ കെട്ടട്ടെ. തീർച്ചയായും മകരനക്ഷത്രം കെട്ടുന്നവരും പോയി. ക്രിസ്മസിന് സ്റ്റാർ കെട്ടുന്നവർ സ്റ്റാർ കെട്ടട്ടെ. ഞാൻ എൻ്റെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടല്ലോ. എൻ്റെ വീട്ടിൽ സ്റ്റാർ ഞാൻ കെട്ടാറുണ്ട്. പുൽക്കൂട് ഞാൻ ഒരുക്കാറുണ്ട്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്, പുൽക്കൂട് ഒരുക്കാറുണ്ട്. അപ്പോൾ മകരനക്ഷത്രം തൊട്ടടുത്ത് കെട്ടാറുണ്ട്. ശരിക്കും നമ്മളൊക്കെ തന്നെയാണ് മതേതരർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, സാധാരണ ജനത്തിന് ഇതൊന്നുമില്ല. സാധാരണ RSSന്റെ ആൾക്കാർക്കും അത്തരത്തിലുള്ളൊരു വേർതിരിവൊന്നും ഞാൻ കണ്ടില്ല. പലരുടെയും വീട്ടിൽ സ്റ്റാർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും അതൊന്നും പറയുന്നില്ല. ഇത്തരം സന്ദീപ് വാര്യന്മാരാണ് വിഷം കുത്തിവെക്കാൻ വിഷം കുത്തിവെക്കാൻ ഇത്തരക്കാരെ നമ്പാതിരിക്കുക.